അന്തരിച്ച കൊയിലാണ്ടി എം.എൽ.എ. കാനത്തിൽ ജമീലയ്ക്ക് നിയമസഭയുടെ ആദരം. സ്പീക്കർ എ.എൻ. ഷംസീർ സഭയിൽ ചരമോപചാരം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി മറ്റ് കക്ഷി നേതാക്കളും അനുസ്മരിച്ച് സംസാരിച്ചു. കാനത്തിൽ ജമീലയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പഞ്ചായത്ത് അംഗം മുതൽ നിയമസഭാ അംഗം വരെയായി പ്രവർത്തിച്ച കാനത്തിൽ ജമീലയ്ക്ക് അർഹിക്കുന്ന ആദരവാണ് നിയമസഭ നൽകിയത്. കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരം അർപ്പിക്കൽ മാത്രമായിരുന്നു സഭയിലെ ഇന്നത്തെ കാര്യപരിപാടി. സ്പീക്കർ എ.എൻ. ഷംസീർ ചരമോപചാരം അവതരിപ്പിച്ചു. സ്ത്രീ സ്വത്വത്തിൻ്റെ ഉന്നമനത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ജീവിതം മാറ്റിവെച്ച നേതാവായിരുന്നു ജമീല. ഭരണാധികാരി എന്ന നിലയിൽ സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും ഉന്നമനത്തിനായി ഒട്ടേറെ മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ജമീല നേതൃത്വം വഹിച്ചു. സാധാരണക്കാരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എപ്പോഴും ശ്രമിച്ചിരുന്നു. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ജനപക്ഷത്ത് നിന്ന് മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അടിച്ചമർത്തപ്പെടുന്നവരുടെ ഭാഗത്താണ് എല്ലാ കാലത്തും കാനത്തിൽ ജമീല ഉണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നിയമസഭയിൽ അംഗമായിരുന്ന കാലയളവിൽ ജനജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളെ എല്ലാ ഗൗരവത്തോടെയും ഈ സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അടിച്ചമർത്തപ്പെടുന്നവരുടെ ഭാഗത്താണ് എല്ലാ കാലത്തും ജമീലയുണ്ടായിരുന്നത്. എല്ലായ്പ്പോഴും ജനാധിപത്യബോധവും മതേതര നിലപാടും ഉയർത്തിപ്പിടിച്ച അംഗമായിരുന്നു കാനത്തിൽ ജമീലയെന്ന് പ്രതിപക്ഷത്തു നിന്നും കെ ബാബു അനുസ്മരിച്ചു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലും അംഗമാകാൻ സാധിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് ശ്രീമതി കാനത്തിൽ ജമീല. മലബാർ പ്രദേശത്തു നിന്ന് നിയമസഭയിൽ വന്നിട്ടുള്ള വനിതാ അംഗങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരംഗം ആയിരുന്ന ശ്രീമതി കാനത്തിൽ ജമീല അങ്ങേയറ്റത്തെ ജനാധിപത്യ ബോധവും മതേതര നിലപാടും ഈ സഭയിൽ എന്നും പ്രകടിപ്പിക്കാറുണ്ട്. സഭയിലെ ഭരണ പ്രതിപക്ഷ വാക്പോരുകൾക്കിടയിലും പരസ്പര ബഹുമാനം ഉയർത്തിപ്പിടിച്ച സാമാജികയായിരുന്നു കാനത്തിൽ ജമീലയെന്ന് മറ്റു കക്ഷി നേതാക്കളും ചൂണ്ടിക്കാട്ടി. കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.